നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മയാമി വീണ്ടും പൊട്ടി കേട്ടോ, ടൊറൻറ്റോക്കെതിരെ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 കളികളിൽ 4ാമത്തെ തോൽവിയാണ് ഇന്റർ മയാമി ഏറ്റുവാങ്ങുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡ്, മെസ്സിയും സുവാരസും കാസമിറോയും റോഡ്രിഗോ ഡിബോളും ഒക്കെയുള്ളൊരു സ്ക്വാഡ്, ആ സ്ക്വാഡാണ്, ആ ടീമാണ് ഇങ്ങനെ പരാജയപ്പെടുന്നത്. ഒരു പ്രോപ്പർ മാനേജർ ഇല്ലാതെ പോയാൽ ഈ സീസൺ ഇന്റർ മയാമിക്കൊരു ദുരന്തമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എത്ര അവസരങ്ങൾ അത് പലതും ഒരു ലക്ഷ്യബോധവുമില്ലാതെ നശിപ്പിക്കുന്നു. ഏതായാലും ടൊറൻറ്റോ 2-1 ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തുമ്പോൾ സെർജൻറ്റും മെറ്റിനെയുമാണ് ടൊറൻറ്റോയുടെ ഗോളുകൾ കണ്ടെത്തിയതെങ്കിൽ മയാമിക്ക് വേണ്ടി ലയണൽ മെസ്സിയാണ് ഗോളടിച്ചത്. അത് റോഡ്രിഗോ ഡിബോളിൻ്റെ ഒരു കിടിലൻ ബോളായിരുന്നു. അദ്ദേഹം നീട്ടി ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു, മനോഹരമായൊരു ബോൾ. അത് കൃത്യമായിട്ട് ഓടിക്കയറി ലയണൽ മെസ്സി ഗോളാക്കി മാറ്റുകയും ചെയ്തു. മെസ്സി ബ്രില്യൻസ് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടു, പക്ഷേ മയാമി ജയിക്കുന്നില്ല. ഏതായാലും ഈ മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റത്തിൽ സൂപ്പർ താരങ്ങൾ തന്നെ അണിനിരുന്നു. അതായത് ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ജർമ്മൻ ബ്രെത്രേമും സെഗോവിയയും ഡീബോളും കാസമിറോയും ഒക്കെ ആദ്യ ലെവലിലുണ്ടായിരുന്നു. കളിയിൽ ആധിപത്യം മയാമിക്ക് തന്നെയായിരുന്നു. പക്ഷേ ആദ്യ പകുതി ഗോൾ രഹിതമായിട്ട് അവസാനിച്ചു. ഈസി ചാൻസുകൾ സുവാരസ് അടക്കമുള്ളവർ നഷ്ടപ്പെടുത്താണ് നമ്മൾ കണ്ടത്. രണ്ടാം പകുതിയിൽ 59ാമത്തെ മിനിറ്റിൽ സർജന്റിലൂടെ ടൊറൻറ്റോ ലീഡെടുക്കുന്നു. 62ാമത്തെ മിനിറ്റിൽ എറ്റിനയുടെ ഗോൾ കൂടി വന്നതോടെ മയാമിയുടെ പിടിവിട്ടു. ഒടുവിൽ ലിയോ മെസ്സി 82ാമത്തെ മിനിറ്റിൽ ആ ഗോൾ മടക്കി, ഒരു ഗോൾ മടക്കി. പക്ഷെ അതുകൊണ്ടാവുമായിരുന്നില്ല. തുടരൻ പരാജയങ്ങൾ ഇന്റർ മയാമിക്ക് വലിയ തലവേദനയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 21 കളികളിൽ നിന്ന് 39 പോയിൻ്റാണ് ഇപ്പോൾ മയാമിക്കുള്ളത്. ഈസ്റ്റേൺ കോൺഫറൻസിൽ 2ാം സ്ഥാനത്താണ്. പക്ഷേ ഒന്നാമതുള്ള നാഷ്വില്ലിന് 10 പോയിൻ്റ് ലീഡുണ്ടെന്ന കാര്യം മറക്കണ്ട. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.